السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, അതുപോലെ വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, പ്രിയപ്പെട്ട എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് N11 സർഹിന്ദ് ഈ ഒരു സുന്ദരമായ വേളയിൽ എന്നിൽ അർപ്പിതമായ വിഷയം ഖുതുബ പരിഭാഷ എന്നതിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഖുതുബ പരിഭാഷ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം ഇന്ന് ലോകത്തുമെമ്പാടും ഒരുപാട് സ്ഥലങ്ങളിൽ ഖുതുബയെ അറബി അല്ലാത്ത മറ്റുള്ള അനർബി ഭാഷകളിൽ ഇന്ന് ഖുതുബ ഓതുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ എന്താണ് പറയുന്നത്, എന്താണ് ഇതിനെക്കുറിച്ച് ദീനിൽ എന്താണ് ഇതിന്റെ വിധി എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഖുതുബ ഓതി തന്നത് അത് അറബി ഭാഷയിൽ മാത്രമാണ്. മാത്രമല്ല, ഈ ലോകത്തെമ്പാടും ഖുതുബ കൊണ്ട് വ്യാപിപ്പിച്ച എല്ലാ അസ്ഹാബുകളും അവരെല്ലാവരും ഖുതുബയെ ഓതിയത് അറബി ഭാഷയിൽ മാത്രമായിരുന്നു. മാത്രമല്ല, നമുക്ക് മുമ്പിൽ കഴിഞ്ഞുപോയ എല്ലാ പൂർവികന്മാരായ എല്ലാ മഹാന്മാരും അവരെല്ലാവരും ഖുതുബയെ ഓതിയത് അറബി ഭാഷയിൽ മാത്രമാണ്. അവരെല്ലാവരും അവരവരുടെ ഭാഷയിലല്ല ഖുതുബ ഓതിയത്, മറിച്ച് അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചതോ, എങ്ങനെയാണോ ഖുതുബ ഓതിയത്, അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിലും ആ കഴിഞ്ഞുപോയ എല്ലാ സർവ്വ മഹാന്മാരും ആലിമീങ്ങളും ഉലമാക്കളും എല്ലാവരും അറബി ഭാഷയിൽ മാത്രമായിരുന്നു ഖുതുബ ഓതിയത്. പിന്നെ എപ്പോഴാണ് ഖുതുബയെ അറബി അല്ലാത്ത അനർബി ഭാഷയിൽ ഖുതുബ ഓതിയത്, ആരാണ് ഓതിയത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അതേ 1920-കൾക്ക് ശേഷം തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന അദ്ദേഹം തുർക്കിയിലെ റിപ്പബ്ലിക് ഡേയുടെ ഗവർണറായി നിയമിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി 1920-കൾക്ക് ശേഷം തുർക്കിയിലെ ഗവർണറായ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആദ്യമായി ഖുതുബയെ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയത്. മാത്രമല്ല, വളരെ ക്രൂരമായ നിയമങ്ങളായിരുന്നു അവന്റെ. എന്താണ് അവന്റെ നിയമങ്ങൾ? അന്നുണ്ടായിരുന്ന തുർക്കിയിലെ എല്ലാ സ്ത്രീകളും പർദ്ദ ധരിക്കാതെ മുഖം മറക്കാതെ നടക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ക്രൂരമായ നിയമങ്ങളെ നിയമിക്കപ്പെട്ട ആ മുസ്തഫ കമാൽ പാഷ പറയുന്ന അദ്ദേഹമാണ് ആദ്യമായി ഖുതുബയെ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയത്. നാം മനസ്സിലാക്കണം, അങ്ങനെ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ മറ്റുള്ള ഭാഷയിൽ ഓതിയാൽ ആ ഖുതുബ സ്വഹിയാവുകയില്ല, നമ്മുടെ ജുമുഅ നിസ്കാരം സ്വഹിയാവുകയില്ല. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായി പരിചയപ്പെടുത്തുന്ന റഷീദുർ റിള എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു, ലാ യസാലൂന യഖറഊന അൽ ഖുർആന വ അദ്കാര സ്വലാതൻ വൽ ഹജ്ജ് വഗൈരിഹാ ബിൽ അറബിയ്യതി വകദാലിക അൽ ഖുതുബതി സ്വലാത്തുൽ ജുമുഅത്തി വൽ ഈദൈൻ. ലോകത്തുള്ള സർവ്വ സിക്റുകളും സ്വലാത്തുകളും റാത്തിബുകളും എല്ലാം അറബി ഭാഷയിൽ മാത്രമായിരുന്നു. പിന്നീട് പറയുകയാണ്, ഇല്ലാ മാ ശദ്ദത് ബിഹിൽ ഹുകൂമത്തുൽ കമാലിയ്യത്തു തുർക്കിയ്യ ഫഅമറത്തുൽ ഖുതബാ ബിയഖ്തുബുൽ തുർക്കിയ്യതി തംഹീദൻ ലിസ്വലാത്തി ബിഹാ അൽ ഹൽഖ ലിതസ്ലീമിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമങ്ങളെ കയ്യിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ പറയുന്ന അദ്ദേഹമാണ് ആദ്യമായി ഖുതുബയെ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയത്. അതുവരെ ആ സമയം വരെ ഖുതുബ അറബി ഭാഷയിൽ മാത്രമായിരുന്നു. ആ മുസ്തഫ കമാൽ പാഷ വന്നതിന് ശേഷമാണ് ആദ്യമായി 1920-കൾക്ക് ശേഷം അനർബി ഭാഷയിൽ ഖുതുബ ഓതിയത്. എന്താണ് ഖുതുബയെ കുറിച്ച് നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ പറയുന്നത്? അതേ ഫതുഹുൽ മുഈനിൽ തന്നെ പറയുന്നു, വയുസ്തറത്തുൽ ഖുതുബത്തി കുല്ലിഹാ ബിൽ അറബിയ്യ. ഖുതുബ എന്നുള്ളത് അത് പൂർണ്ണമായും അറബി ഭാഷയിലായിരിക്കൽ ഖുതുബയുടെ ഷർത്താണ്. അപ്പോൾ ആ ഷർത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയാൽ ആ ഖുതുബ സ്വഹിയാവുകയില്ല, നമ്മുടെ നിസ്കാരം സ്വഹിയാവുകയില്ല. മാത്രമല്ല, ഈ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതേ ഖുർആനിൽ തന്നെ പറയുന്നു, ഫസ്ഉ ഇലാ ദിക്രില്ലാ. മറ്റുള്ള ഹദീസിൽ കാണാം യസ്തമിഊന ദിക്റ. ഇങ്ങനെ തുടർന്നുള്ള ഒരുപാട് ഹദീസുകളും ഖുർആനിൽ ആയത്തുകളും എല്ലാം ഇതിന് തെളിവാണ്. മാത്രമല്ല,
സൽമാനുൽ ഫാരിസി തങ്ങളവരുകൾ തന്റെ പഠനകാലമെല്ലാം കഴിഞ്ഞതിന് ശേഷം പേർഷ്യക്കാരനായ നാട്ടുകാരുടെ മുമ്പിൽ വന്നുകൊണ്ട് അവിടെ ഖുത്ബ ഓതിയത് അറബി ഭാഷയല്ല, മറിച്ച് അവിടെ ഖുത്ബ ഓതിയത് സൽമാനുൽ ഫാരിസി തങ്ങളവരുകൾ ഖുത്ബ ഓതിയത് തന്റെ നാട്ടുകാരായ അവരുടെ ഭാഷയായ പേർഷ്യൻ ഭാഷയിലായിരുന്നു മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളവരുകൾ ഖുത്ബ ഓതിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുത്ബ എന്നുള്ളത് അത് ചില്ലറ വിഷയമല്ല, അത് അറബി ഭാഷയിൽ മാത്രമായിരിക്കണം ഓതേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ ഭാവം കൊണ്ട് എന്റെ വാക്കിനെ ഞാൻ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.